H4 ഹെൽത്തിന് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വൃക്കയിലെ കല്ലുകൾ എന്ന് പറഞ്ഞ് ഡോക്ടർമാരുടെ അടുത്തെത്തുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. കടുത്ത വേദനയെ തുടർന്ന് പരിശോധനകൾ നടത്തുമ്പോഴാണ് വൃക്കയിലെ കല്ലുകളെ പറ്റി തിരിച്ചറിയുന്നത്. എന്നാൽ ഈ വൃക്കയിലെ കല്ലുകൾ എങ്ങനെ അവഗണിക്കേണ്ട ഒന്നല്ല. രക്തത്തിലെ മാലിന്യങ്ങളെ അരിച്ചു നീക്കി ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിർത്തുന്ന വൃക്കകളിൽ ഉണ്ടാവുന്ന ഏതൊരു ചെറിയ പ്രശ്നവും വലിയ പ്രാധാന്യത്തോടെ കാണേണ്ടതുണ്ട്. അല്ലെങ്കിൽ വൃക്കകളുടെ പ്രവർത്തന തകരാറിനും മറ്റു ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും അത് വഴിയൊരുക്കും. ഭക്ഷണക്രമത്തിലെ ക്രമീകരണങ്ങൾ, ജീവിതശൈലി പരിഷ്കരണങ്ങൾ, കൃത്യമായ ചികിത്സ എന്നിവ വൃക്കയിലെ കല്ലുകൾ വരുന്നത് ഒരു പരിധിവരെ ഇല്ലാതാക്കും. കഠിനമായ വ്യായാമം, യോഗ, ആവിക്കുളി എന്നിവ ആരോഗ്യപരമായ ഗുണം ചെയ്തേക്കാം. എന്നാൽ ഇത് കിഡ്നി സ്റ്റോണിന് രോഗമുണ്ടാവാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും. ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായോ വേനൽ ചൂടിന് ഫലമായോ വിയർപ്പിലൂടെ ജലനഷ്ടം ഉണ്ടാകുന്നു. ഇത് കാരണം മഞ്ഞ മൂത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതോടെ നിങ്ങളുടെ കിഡ്നിയിലും മൂത്രാശയ സംവിധാനത്തിലും കല്ലുകൾ അടിഞ്ഞുകൂടാനും ഇടയാക്കും. വൃക്കയിലെ കല്ലുകൾ തടയാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് നല്ലവണ്ണം വെള്ളം കുടിക്കുക എന്നത്. ഈ മൂത്രത്തിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. അതിനാൽ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുന്നു എന്ന് ഉറപ്പാക്കുക. പ്രത്യേകിച്ചും നിങ്ങൾ ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം വിയർക്കുന്ന മറ്റു പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴോ. ഇറച്ചി അമിതമായ അളവിൽ കഴിക്കുന്നത് വൃക്കയിലെ കല്ലുകൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കും. റെഡ് മീറ്റ് മാത്രമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുട്ട, മത്സ്യം, പന്നി, ചിക്കൻ എന്നിവയും ഇതിൽ അടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ദൈനംദിന മാംസാഹാരം 8 ഔൺസായി കുറയ്ക്കുക. നിങ്ങൾ ഒരു സസ്യാഹാരിയാകേണ്ടതില്ല, എന്നാൽ മാംസാഹാരം മിതമായ അളവിൽ മാത്രം കഴിക്കുക. നിങ്ങളുടെ ഭക്ഷണത്തിൽ പഴങ്ങളും പച്ചക്കറികളും ചേർക്കുക. രക്തസമ്മർദ്ദവും രക്തത്തിലെ പഞ്ചസാരയും കൂടുതലുള്ള ഭക്ഷണക്രമം ഹൃദ്രോഗം, സ്ട്രോക്ക് എന്നിവയുടെ സാധ്യത കുറയ്ക്കുകയും ചില ക്യാൻസറുകൾ തടയുകയും ചെയ്യും. വൃക്കയിലെ കല്ലുകൾ തടയുന്നതിനും സഹായിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.